കെപിസിസി ഡിസിസി പുനർസംഘടന ഉടൻ. അടുത്തയാഴ്ച ഡിസിസി പ്രസിഡന്റുമാരുമായി കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചർച്ച നടത്തും. പുനർസംഘടനയ്ക്ക് മുമ്പ് മുതിർന്ന നേതാക്കന്മാരെ കാണാനും തീരുമാനം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഡിസിസി പ്രസിഡന്റുമാരെ ഉടൻ കണ്ടെത്തും എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? പുതിയ കെപിസിസി ഭാരവാഹികൾ ചുമതല ഏറ്റതിനു ശേഷം സമവായത്തിലൂടെ കെപിസിസി പുനഃസംഘടിപ്പിക്കുക, ഒപ്പം ഡിസിസിയും പുനഃസംഘടിപ്പിക്കുക എന്ന കാര്യത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതിന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം കെപിസിസി പ്രസിഡന്റ് മുതിർന്ന നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തിരുന്നു. ഇപ്പോഴത്തെ വർക്കിംഗ് പ്രസിഡന്റുമാരും കെപിസിസി പ്രസിഡന്റും ഒരുമിച്ച് മുതിർന്ന നേതാക്കന്മാരുമായി ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഡിസിസി ഭാരവാഹികളെ തീരുമാനിക്കുക. നിലവിൽ ഇപ്പോഴുള്ള ഡിസിസി പ്രസിഡന്റുമാരുമായി ഉടൻ തന്നെ ഒരു ചർച്ച നടത്തും. ഇതുവരെ ുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ ജില്ലകളിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് അത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ചർച്ച. കാരണം വരാൻ പോകുന്നത് ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് തന്നെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ചതിനു ശേഷം പുതിയ ഭാരവാഹികളെ നിയമിക്കുക, അതാണ് ഇപ്പോഴത്തെ കെപിസിസി പ്രസിഡന്റ് തീരുമാനം. അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഡിസിസി പ്രസിഡന്റുമാരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഡിസിസി പ്രസിഡന്റുമാരുമായി ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഡിസിസി പുനഃസംഘടനയിലേക്ക് കടക്കുക. സംസ്ഥാനത്തുള്ള 10 ഡിസിസികൾ പുനഃസംഘടിപ്പിക്കാനാണ് നിലവിലെ തീരുമാനം. അത്തരത്തിൽ മൊത്തം 14 ഡിസിസികൾ ഉണ്ടെങ്കിലും അതിൽ 10 എണ്ണം പുനഃസംഘടിപ്പിച്ചാൽ മതിയാകും എന്നുള്ള റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. കാരണം നേരത്തെ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നൽകിയ റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ 10 ഡിസിസികളുടെ പ്രവർത്തനം മന്ദഗതിയിലാണെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ലെന്നും ജനകീയമായ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും ഡിസിസി പ്രസിഡന്റുമാർ ഇടപെടുന്നില്ലെന്നുള്ള പരാതി ഉയർന്നു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഉള്ള ഡിസിസി പ്രസിഡന്റുമാരെ നേരിൽ കണ്ട് ചർച്ച ചെയ്തതിനു ശേഷം പുനഃസംഘടനയിലേക്ക് കടക്കുന്നത്. അതേസമയം കെപിസിസി ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ കെപിസിസി പ്രസിഡന്റ് തന്നെ പറയുന്നത്. കാരണം AICC മുന്നോട്ട് വെച്ചിരിക്കുന്നത് ജാതി സമവാക്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അല്ലാതെ പങ്കുവയ്ക്കലും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെപിസിസി ഭാരവാഹികളെ കൃത്യമായി തിരഞ്ഞെടുക്കുന്നത് അവരുടെ പ്രവർത്തന മികവ് കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും. ഒപ്പം തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ കെപിസിസി ഭാരവാഹികൾക്കും ജില്ലകളുടെ പൂർണ്ണ ചുമതല നൽകുക, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വം ഈ കെപിസിസി ഭാരവാഹികൾ കേൾപ്പിക്കുക. അത്തരത്തിൽ വ്യത്യസ്തമായ തരത്തിലേക്ക് ഒരു പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചതിന് ശേഷം പാർട്ടിക്കകത്ത് ഒരു ശക്തമായ ഒരു മാറ്റം വരുത്താനാണ് കെപിസിസി ഇപ്പോഴത്തെ നേതൃത്വം ആലോചിച്ചു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ AICC നേതൃത്വം അറിയിച്ച ഒരു കാര്യമുണ്ട്. കെപിസിസി ഭാരവാഹികൾ മുതിർന്ന നേതാക്കന്മാരുടെ വാക്കുകൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളത്. അതേസമയം ഈ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വിയോജിപ്പുകൾ പുറത്തു വന്നിരുന്നെങ്കിലും അത്തരം വിയോജിപ്പുകൾ, അതായത് കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ങ്ങളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോഴത്തെ കെപിസിസി ഭാരവാഹികൾക്ക് AICC നേതാക്കന്മാർ നൽകിയിട്ടുള്ളത്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കന്മാരുമായി സംസാരിക്കുന്നത്. ഈ മുതിർന്ന നേതാക്കന്മാർ എന്ന് പറയുമ്പോൾ കെപിസിസിയിലെ പഴയ പ്രസിഡന്റുമാരാണ്. ആ പ്രസിഡന്റുമാരെ എല്ലാം നേരിൽ കണ്ടുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് കെപിസിസി ഭാരവാഹികളെ തെരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിലേക്കാണ് കടക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലി കേരളത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് AICC നേതാക്കന്മാർ കെപിസിസി ഭാരവാഹികൾക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം ഒരു കാര്യം നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്, UDF വിട്ടുപോയ ഘടകകക്ഷികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ആ നേതാക്കന്മാരുമായി ഒരു ചർച്ച നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് എമ്മുമായി ഒരു പക്ഷേ UDF കൺവീനർ ഉൾപ്പെടെയുള്ളവർ ചർച്ച നടത്തും. ആ ചർച്ച എന്നാകും, എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. കെപിസിസി ഡിസിസി പുനർസംഘടന ഉടനുണ്ടാകുമെന്നാണ് സൂചന. അടുത്തയാഴ്ച ഡിസിസി പ്രസിഡന്റുമാരുമായി കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ചർച്ച നടത്തും. പുനർസംഘടനയ്ക്ക് മുമ്പ് മുതിർന്ന നേതാക്കന്മാരെ കാണാനും തീരുമാനമുണ്ട്. ഈ ബിനോയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ പാക് DGMO തലത്തിൽ ഇന്ന് വീണ്ടും ചർച്ച നടന്നേക്കും. വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള സേനാ വിന്യാസം